5 ലോകമാണ്. ഒന്ന് ആലമുൽ അർവാഹ്, ആലമുൽ അർവാഹ്, റൂഹുകളെയെല്ലാം അള്ളാഹ് ഒരുമിച്ച് കൂട്ടിയ ഒരു സ്ഥലമുണ്ട്. അതിനാണ് ഈ ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് ഞാനല്ലേ, നിങ്ങളുടെ റബ്ബ് ഞാനല്ലേ എന്ന് അള്ളാഹ് ചോദിച്ചു, റൂഹുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട്. അതെ, എല്ലാവരും പറഞ്ഞു ഖാലൂ ബല, അതെ 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 അള്ളാഹ്. അപ്പൊ അല്ലാഹു തആല മലക്കളോട് പറഞ്ഞു, മലക്കളെ ഒരു തുകൽ അത് രേഖപ്പെടുത്തുക, പേപ്പറിൽ അത് എഴുതാൻ പറഞ്ഞു. എഴുതി മടക്കി ഹജറുൽ അസ്വദിന്റെ ഉള്ളിലേക്ക് അത് ഇട്ട് കൊടുത്തു. ഈ ഹജറുൽ അസ്വദ് നമ്മൾ എന്തിനാണ് മുത്താൻ പോണത്? ആ ഹജറുൽ അസ്വദിൽ നമ്മുടെ ചുണ്ട് ചേർത്ത് പിടിച്ച് നമ്മളത് മുത്തുമ്പോൾ ഈ കരാറ് പുതുക്കലാണ് ചെയ്യുന്നത്. കരാറ് പുതുക്കുകയാണ് നമ്മൾ. എന്ത് കരാറ്? അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ, നിങ്ങളുടെ റബ്ബ് ഞാനല്ലേ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ഖാലൂ ബലാ, അതെ റബ്ബേ നീ ഞങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹ്. ഇത് നമ്മൾ ഉറപ്പിക്കാനാണ് ഉംറയ്ക്കും ഹജ്ജിനും പോണത്. എന്നിട്ടാണ് അവിടെ പോയിട്ട് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിനെ ഇസ്തിലാം ചെയ്യുന്നത്. ഇസ്തിലാം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുണ്ട് ചേർത്ത് വെച്ച് കരഞ്ഞു, കണ്ണുനീരിങ്ങനെ ഒഴുക്കി. ആ ഹജറുൽ അസ്വദിൽ നമ്മുടെ കരാറാണ്. അതിനാണ് കരാർ മുത്താൻ പോണത് കേട്ടോ. അത് ആലമുൽ അർവാഹ്, റൂഹുകളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലമാണത്. അപ്പൊ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് എല്ലാവരും യാ അല്ലാഹ് ഖലാസ് എല്ലാവരും പോയിക്കോ. പിന്നീട് നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ പിന്നെ വാപ്പാന്റെ മുതുകിൽ നിന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിലൂടെ കയറിയിട്ടാണ് അടുത്ത ലോകം. ആ ലോകത്തിന്റെ പേര് ആലമുൽ അർഹാം. റഹ്മ ഗർഭപാത്രത്തിൽ കിടക്കും 10 മാസക്കാലത്തോളം. അവിടെ അതാണ് കിടക്കുക. ആലമുൽ അർഹാം എന്നാണ് ആ ലോകത്തിന്റെ പേര്. മൂന്നാമത്തെ ലോകം ആലമുൽ മുഷാഹദ. മുഷാഹദ, ആലമുദ് ദുനിയ അല്ലെങ്കിൽ ആലമുൽ മുഷാഹദ. ഇന്ന് നമ്മൾ കാണുന്ന, ഇന്നിരിക്കുന്ന ഈ സ്ഥലം, ഇന്ന് ജീവിക്കുന്ന ഈ സ്ഥലത്തിനാണ് ആലമുദ് ദുനിയ, ആലമുൽ മുഷാഹദ എന്ന് പറയുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ്, ഇത് മൂന്നാമത്തെ ലോകമാണ്. ഈ 3 ലോകത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി 2 ലോകം കൂടെ നമുക്കുണ്ട്. ഇനി അടുത്ത ഒരു ലോകം, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആലമുൽ ബർസഖ്. നമ്മുടെ മയ്യത്തിൻകര പള്ളി അല്ലെങ്കിൽ നമ്മുടെ മഹൽ എവിടാണോ ആ പള്ളിയുടെ ഖബർസ്ഥാൻ, അതാണ് അടുത്ത ലോകം, 4ാമത്തെ ലോകം. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹാൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖ് ഇലാ യൗമി യുബ്അസൂൻ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. 4ാമത്തെ ലോകം ബർസഖിന്റെ ലോകമാണ്. അവിടെ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല, നമ്മളൊന്നും പോയിട്ടില്ല. നമ്മുടെയൊക്കെ മുൻഗാമികൾ ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. മുൻഗാമികൾ എല്ലാവരും അവിടെ താമസിക്കുന്നത്. എല്ലാവരും നബിതങ്ങളടക്കമുള്ളവർ, ആദം നബി മുതൽ ഇന്ന് വരെ മരണപ്പെട്ടവരാരോ അവരൊക്കെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ഖബറിന്റെ ഉള്ളിലാണ്. ഇതൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോഴാണ് മായിഷറാവുന്നത്. ഇപ്പൊ ഖബറിന്റെ ഉള്ളിൽ കിടക്കുക. അതിന്റെ പേരാണ് ബർസഖ് എന്ന് പറയാ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ അതിലേക്കാണ് കിടക്കേണ്ടത്, ലോകാവസാനം വരെ. ലോകത്ത് 3 ഊത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഊതിക്കുന്നത്. 3 ഊത്ത്. ഒന്ന് നഫ്ഖുൽ ഫസഅ, പേടിപ്പിക്കലാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂർ
ففزع ما في السماوات وما في الأرض إلا ما شاء الله. ഒരു ഊത്തിലൂടെ മൊത്തം പേടിച്ച് വിറയ്ക്കും ജനങ്ങൾ. ഒരു ഊത്തിലൂടെ മൊത്തം പേടിക്കും. നഫ്ഖത്തുൽ ഫസഅ എന്നാണ് അതിന് പറയപ്പെടുക. പേടിക്കും, മൊത്തം പേടിക്കും. ഇപ്പോൾ ഒരു ഇടിവെട്ടുമ്പോൾ എന്ത് പേടിയാ, ഒരു സാര മുഴക്കുമ്പോൾ എന്ത് പേടിയാണ്. അപ്പൊ ഇതുപോലെ പേടിക്കും അതിന്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസ്, നഫ്ഖത്തുസ് സഅഖ്, എല്ലാം തകർന്ന് തരിപ്പണമാക്കാൻ ഒരു ഊത്തൂതും. ഫൈദാ നുഫിഖ ഫിസ്സൂർ فصعق من في السماوات ومن في الأرض إلا ما شاء الله. രണ്ടാമത്തെ ഊത്തിലൂടെ ഈ ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളെയും അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി കളയുമത്രേ. മൊത്തം എല്ലാം തകർന്നു പോകും. സഅഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം തകർന്നു പോയി, തീർന്നു, ഖലാസ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ ഈ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച്, ഒരു മനുഷ്യന്റെ അന്ത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എല്ലാം നശിക്കുന്നർത്ഥം, മൊത്തം തകർത്ത് താരിപ്പണാക്കും. ഇപ്പൊ ഒന്നും ബുൾഡോസർ രാജ് കാണിക്കേണ്ട മോനെ, ഈ ബുൾഡോസർ വെച്ച് ഇടിക്കുന്നവനെയൊക്കെ അള്ള ഇടിച്ചു താക്കും ഒരു സമയത്ത്, മൊത്തത്തിൽ തകർത്ത്. അങ്ങനെ ഒരു സമയം വരും. അതിനാണ് നഫ്ഖത്തുസ് സഅഖ് എന്ന് പറയുക, മൊത്തം ഇടിച്ചു വീഴാൻ. എല്ലാം തീർന്ന് JCB കൊണ്ടുവന്ന് കഅല്ലം തഗ്ന ബിൽ അംസ്, അള്ളാന്റെ JCB കേട്ടോ, ഇവിടുത്തെ അല്ല. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അടിച്ച് നേരപ്പാക്കി മുഴുവൻ. അല്ലാഹു അക്ബർ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുകയാണ്. ഭൂമി ഇതാ അതിന്റെ പ്രകമ്പനത്തോടുകൂടി ഗർജിക്കുകയാണ്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉള്ളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും പുറന്തള്ളുകയാ. എന്താണ് സംഭവിച്ചതെന്ന് മനുഷ്യൻ ഭയവിഹ്വലതയോട് പരസ്പരം ചോദിക്കുന്ന ഒരു രംഗമാണ്. വഖാലൽ ഇൻസാൻ മാ ലഹാ, എന്താണ് ഭൂമിക്ക് സംഭവിച്ചത്, എന്താണ് ലോകത്തിന് സംഭവിച്ചത്? ഒരു ചോദിക്കുക എല്ലാവരും, എന്ത് പറ്റി, എന്താ സംഭവം? അപ്പൊ പറയും യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഈ ഭൂമി അതിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ഒരു ദിവസമാണ്. അത് ലോകാവസാനത്തിന്റെ ദിവസമാണെന്ന് പരിശുദ്ധ ഖുർആൻ. മനസ്സിലായില്ലേ? ഇന്നൊന്നും ആളുകൾ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാവൂല. ഖുർആനായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, പറടോ നീ ഭൂമി എടുത്ത് പറ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോട്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹ് പറയാ, അറിയിച്ചു കൊടുക്കണം. പറഞ്ഞോ, ഭൂമി പറഞ്ഞോ എന്താ സംഭവിച്ചത്. എന്റെ മോളിലല്ലേ ജീവിച്ചോണ്ടിരുന്നത്, അടിച്ചു പൊളിച്ച് ജീവിച്ചവരൊക്കെ അല്ലേ. പറഞ്ഞോ എന്താ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞുകൂട്. ഭയങ്കര സംഭവമായിരിക്കും. ആര് പറയാ, എല്ലാരും അങ്ങനെ പെട്ടു. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസ് കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാൽ
കൽഇഹ്നിൽ മാഫൂസ്. പർവ്വതങ്ങളൊക്കെ തവിട് പൊടി, മനുഷ്യനൊക്കെ പൂ പോലെ പറന്നു പോവാണ്, പറന്ന് കളിക്കുകയാണ്. എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? വഖാലൽ ഇൻസാൻ മാലഹാ യൗമ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ഗർഭിണികളായ ഒട്ടകങ്ങളൊക്കെ പ്രസവിക്കുകയാണ്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ വലിച്ചെറിഞ്ഞിട്ട് ആ ഉമ്മമാര് നെട്ടോട്ടമോടുകയാണ്. പടച്ചറബേ, പ്രായമെത്തുന്നതിന് മുമ്പേ, സമയമാകുന്നതിന് മുമ്പേ ഗർഭിണികൾ പ്രസവിക്കുകയാണ്. ജനങ്ങളൊക്കെ ഓടുന്ന ഓട്ടം കണ്ടാൽ മദ്യപിച്ച് മതോന്മത്തനായി ഓടുന്നത് പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ വമാഹും ബിസുകാറാ, അവരാരും കഞ്ചാവടിച്ചിട്ടില്ല, അവരാരും മദ്യപിച്ചിട്ടില്ല. വലകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഇതാ പുലർന്നിരിക്കുകയാണ്. അവന്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. ലോകാവസാനത്തിന്റെ തുടക്കമായി അവന്റെ ശിക്ഷയാണ്. അല്ല, ആരും വെള്ളമടിച്ചിട്ട് ഓടുമല്ല. ഈ വെപ്രാളപ്പെട്ട് മനുഷ്യൻ ഓടുന്ന രംഗം അതാണ്. ആ രംഗത്തിൽ മനുഷ്യൻ ഓടുന്ന രംഗാണ്. ആ സമയത്താണ് എല്ലാവരുടെയും ഓട്ടം. ചോദിക്കുക, എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്? മനുഷ്യന്മാർക്കൊന്നും വിലയില്ല, ആർക്കൊരു വിലയില്ല. ഓടുകല്ലേ, ഓടുകല്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. ഓരോരുത്തർക്കും അന്ന് അവരവരുടെ കാര്യം. മക്കളൊന്നും വേണ്ട. ഇന്ന് ഭാര്യയില്ലാതെ പുറത്തേക്ക് പോകൂല, മക്കളില്ലാതെ പുറത്തേക്ക് പോകൂല, കൂട്ടുകാരനില്ലാതെ ബൈക്കിൽ കയറൂല. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളും മക്കളും ഇല്ലാത്ത ഒരു ജീവിതമില്ല. പക്ഷേ ആ മഹാമഹ്ശറയിലെ ആ വൻസഭ സമ്മേളിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ ഈ ലോകത്തേക്ക് അയക്കുമ്പോ, മോനെ നിന്റെ ഉപ്പയാരാണ്, ഉമ്മയാരാ, ഭർത്താവേ നിന്റെ ഭാര്യ ഏത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് ആരാണ്? ഓരോരുത്തരും ഓടുകയാ. ഭർത്താവിൽ നിന്ന് ഭാര്യ ഓടുകയാണ്, ഉമ്മയിൽ നിന്ന് ഉപ്പ ഓടുകയാണ്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ഓടുകയാ, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ. ഓട്ടത്തോടെ ഓട്ടമാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. ഓരോരുത്തർക്കും അന്നേ ദിവസത്തിൽ അവരവരുടെ കാര്യമല്ലാതെ മറ്റൊരാളെ പരിഗണിക്കുക പോലുമില്ല. ഇപ്പൊ പൊക്കെടുത്ത് മക്കളെയും കൊണ്ട് നടക്കും. ഉമ്മ വെച്ച് അവൻ ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കും. മക്കളെ മക്കളെ എന്നും പറഞ്ഞ് ജീവിക്കും. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് ഓടുന്ന രംഗ. ആ സമയത്ത് അതൊക്കെ ജനങ്ങൾ വല്ല ചിന്തിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ആരും ഓർക്കുന്നുണ്ട്? ആരോർക്കുന്നുണ്ട്? ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം. ഇതൊരു വല്ലാത്ത സംഭവം കേട്ടോ, വല്ലാത്ത സംഭവമാണ്. മഹ്ശറിലേക്ക് പോകുന്ന രംഗം വല്ലാത്ത സംഭവമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തൂതി മൊത്തം അടിച്ച് നിരപ്പാക്കും, പറ്റ നിരപ്പാക്കും. തീർന്നതോടുകൂടി എല്ലാം ശാന്തമായിട്ട് കിടക്കും. മുണ്ടക്കൈ ഇല്ല. ഇപ്പൊ കണ്ടില്ല, ആ ഒരു നാട് തന്നെ ഇല്ലതായില്ലേ? അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, ഒരു വീടേ ഇല്ല, ഭൂമിയില്ല. ഖുർആൻ പറഞ്ഞ വാക്ക, ഇന്നലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ആ കോലത്തിൽ അള്ളാഹ് തുടച്ചു നീക്കി. ധനുഷ്കൊടിയിൽ പോകുന്നില്ലേ നിങ്ങളൊക്കെ? രാമേശ്വരത്ത് നിന്ന് കറങ്ങാൻ ധനുഷ്കൊടിയിലേക്ക് പോകൂലേ? ധനുഷ്കൊടി അവിടെ ഒരു വലിയ രാജ്യമായിരുന്നു, വലിയൊരു നാടാണത്. ആ ധനുഷ്കൊടി എന്ന് പറഞ്ഞ സ്ഥലം
കടലിനടിയിലാണത്. ഒരു കാലഘട്ടത്തിൽ കടലിനടിയിലായി പോയ സ്ഥലങ്ങളാണതല്ല. പഴയ റെയിൽവേ സ്റ്റേഷനും പഴയ ഹോസ്പിറ്റലുകളും എല്ലാം അവിടെ പോകുമ്പോൾ കാണാം ധനുഷ്കോടി. പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പള്ളികളുടെ ഞാനത് വായിച്ചിട്ടുണ്ട്. പള്ളിയുടെ ആ ഒരു മീസാൻ കല്ലിനകത്ത് എഴുതിയിരിക്കുന്ന, കൊത്തി എഴുതിയിരിക്കുന്ന അവിടെ പോയപ്പോൾ കാണാൻ പറ്റി. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഉണ്ട്. കാരണം വലിയ വലിയ നാടായിരുന്നു, വലിയ നാട്. പക്ഷെ തകർന്നരിപ്പണാക്കി. ഇപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. കാറൂൻ അധിവസിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങൾ ഈജിപ്തിൽ പോയിട്ടില്ലേ? പോയി നോക്ക്. കാറൂൻ ആ സ്ഥലങ്ങളൊക്കെ കാണാം. കടലായിട്ട് കിടക്കാണ്. എന്തായിരുന്നു? ഭയങ്കര വീട്, സെറ്റപ്പ്, കൊട്ടാരായിരുന്നു. അല്ലാഹു തആല ഭൂമിക്കകത്തേക്ക് അവനെ ഇടിച്ച് താഴ്ത്തിയ സ്ഥലം ഇന്ന് കടല് പോലെ കിടക്കുകയാണ്. കടലാണ്. അവിടെയായിരുന്നു അവന്റെ ഭവനമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ അവിടെ ഇല്ല. ഇതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. ഇതാണ് ലോകാവസാനം. ലോകത്തിന്റെ അവസാനത്തോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മയ്യത്തും കരയോ പാറയോ മുക്കോ ഇങ്ങനെ ഒരു ജംഗ്ഷനോ ഇതൊരു സംഭവം. ഇപ്പൊ മുണ്ടക്കയിൽ എൻ്റെ വീട് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്ന് പറയാനേ പറ്റൂ. ഏതായിരുന്നു എൻ്റെ വീട്, ഏതായിരുന്നു നിങ്ങളുടെ സ്കൂള്, ഏതായിരുന്നു നിങ്ങളുടെ മദ്രസ, എല്ലാം നിരപ്പായി. ഇതാണ് ലോകാവസാനം. ഇത് രണ്ടാമത്തെ ഊത്തോടുകൂടി ലോകം മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും. മൂന്നാമത് ഊതാൻ പറയും. അതാണ് മഹ്ശറയിലേക്കുള്ള യാത്ര. ആലമുൽ ബർസഖ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്ന യാത്ര എങ്ങോട്ടാണെന്നറിയോ? അതാണ് മഹ്ശറിലേക്കുള്ള യാത്ര. അഞ്ചാമത്തെ ലോകം അതാണ് ആലമുൽ മഹ്ശർ. അഞ്ചാമത് നമ്മൾ പോകുന്ന സ്ഥലമാണ് ആലമുൽ മഹ്ശർ, മഹ്ശറിലേക്ക്. നമ്മളിത് അറിയണ്ടേ, പഠിക്കണ്ടേ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കണേ. ഒരു ലോകമുണ്ട് കേട്ടോ. ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ മഹ്ശർ. അത് വിശ്വസിക്കണം. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സത്യവിശ്വാസികളുടെ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ ഖുർആൻ നിസ്സംശയം, ഒരു സംശയവും വേണ്ട, ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്, സദ്വർത്തർക്ക് വഴികാട്ടിയാണ്. ആരാണ് ആ മുത്തഖീകൾ എന്നറിയോ? അല്ലദീന യുഖീമൂന സ്സലാഹ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കണ്ടോ? ഗൈബ് എന്ന് പറഞ്ഞ ഒരു ലോകത്തെ കൊണ്ട് അവർ വിശ്വസിക്കണം. അദൃശ്യ ലോകം, അദൃശ്യ ലോകത്തെ കൊണ്ട് അവർ വിശ്വസിക്കണം. അങ്ങനെ ഒരു ലോകമുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കൗമിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവർ ഈ ആട്ടും പാട്ടും ഈ പത്രാസും കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ, ദുനിയാവാണ് നമ്മുടെ ലോകം, ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി. ആഖിറം എന്ന് പറഞ്ഞൊരു സംഭവം അതൊക്കെ വെറുതെ ചുമ്മാ നമ്മളെ പേടിപ്പിക്കുകയാണ് മക്കളെ എന്ന മട്ടിലാണ് ഈ നമ്മുടെ കൗമിനെ. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ അറിയണ്ട. നമ്മുടെ കൗമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വല്ല പേടിയുണ്ടോ ആഖിറത്തെ കുറിച്ച്? ആർക്കെന്താ പേടി? കല്യാണത്തിലൊക്കെ അവന്റെ പവറും പത്രാസും എന്തൊക്കെയാണ്? ആണും പെണ്ണും ചേർന്ന് കിടന്ന് ചാടിക്കളിക്കുന്ന കളിയൊക്കെ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ആര് ചോദിക്കാൻ പറയും? എന്തായാലും പറയാൻ പറ്റുമോ? ഉസ്താദ്മാർക്ക് അങ്ങനെ വിളിച്ച് പറയാൻ പറ്റുമോ? ആലമുൽ അർവാഹില്ലേ, ആലമുൽ മഹ്ശറില്ലേ? നാളെ മഹ്ശറിൽ ഇതൊക്കെ ചോദ്യം ചെയ്യൂലേ? ഇതൊക്കെ നിന്നെ കൊണ്ടുപോകൂലേ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? നീ മരിച്ചു പോകുന്നവനല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം എങ്ങോട്ടാ? നീ മരിച്ച മണ്ണായി പോകുമെന്നാണോ നീ കരുതുന്നത്? നീ മണ്ണായി പോയത് കൊണ്ട് അള്ളാഹ്ക്കുള്ള പ്രശ്നമുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ അൻ യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على
അയ്യുഹിയൽ മൗതാ. മനുഷ്യ നീ വെറുതെ കളിക്കണ്ട കേട്ടോ, വെറുതെ രസിക്കണ്ട കേട്ടോ, വെറുതെ നിന്നെ വിടപ്പെടുമെന്ന് നീ കരുതണ്ട കേട്ടോ. അള്ളാഹ് നമ്മടുത്ത് ചോദിക്കണം, ഹബീബേ, സൂറത്തുൽ ഖിയാമ പേര് തന്നെ അത് തന്നെയാണ്. ഖിയാം, ലോകാവസാനം തീർന്ന് നിന്നെ നിർത്താൻ പോകുന്ന സ്ഥലമാണ് ഖിയാമ. നിന്നെ നിർത്താൻ പോണത്. ഒരുപാട് അർത്ഥമുണ്ട്. എല്ലാം നിർത്തി, ലോകമൊക്കെ നിർത്തി, ആട്ടും പാട്ടൊക്കെ നിർത്തി, നിന്നെ നീ നിർത്താൻ പോവാണ്. കേറുന്നില്ലേ? ഖിയാമത്ത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ലോകാവസാനത്തെ തന്നെയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്തൊക്കെ അള്ളാഹ് പിടിച്ചിടുന്ന സത്യമായി. അള്ളാഹ് ആണിടാണ് നമ്മളോട്. ആ സൂറത്തിന്റെ അവസാനം അള്ളാഹ് ആയത്ത് നിർത്തുന്നതാണ് ഞാനിപ്പോ ഓതിയത്. അയഹ്സബുൽ ഇൻസാൻ അയ്യുത്റക സുദാ. വെറുതെ നിന്നെ വിടപ്പെടുമെന്ന് നീ കരുതണ്ട കേട്ടോ, കരുതല്ലേ. പക്ഷെ ആരതിനെ കുറിച്ച് ചിന്തിക്കുന്നേ? ആര് ചിന്തിക്കുന്നുണ്ട്? പട്ടിണി കിടന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ദിവസങ്ങളായി പട്ടിണിയാണ്. അല്ലാഹുവേ, തിന്നാൻ ഗതിയില്ല, കുടിക്കാൻ ഗതിയില്ല. മഹദിയായ ആയിഷ ബീവി പറഞ്ഞില്ലേ, ഇന്നാ കുന്നാ ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ നസ്തൗഖിദു ബിനാർ നംകുസു ശഹറാ മാ നസ്തൗഖിദു ബിനാരിൻ ഇല്ല തംറു വൽ മാ. ഞങ്ങൾ അഹ്ലു ബൈത്തുകളാണ്, ഞങ്ങൾ ആലു മുഹമ്മദാണ്, പ്രവാചകന്റെ പത്നിമാരാണ്, പ്രവാചകന്റെ കുടുംബങ്ങളാണ്. ഞങ്ങൾ മാസങ്ങളോളം ഒരു തമ്രിലും ഒരു കാരക്കയിലും ഒരു ഗ്ലാസ് വെള്ളത്തിലും മാസങ്ങളോളം ഞങ്ങൾ കഴിച്ചുകൂട്ടി സ്വഹാബത്തെ. മാനസ്തൗഖിദു ബിനാർ. മാസങ്ങളായി ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല. അടുപ്പ് പുകഞ്ഞിട്ടില്ല, കത്തിക്കാനില്ല. കത്തിക്കാൻ ഇറച്ചി വേണ്ടേ, റൊട്ടി വെക്കണ്ടേ, മാവ് വേണ്ടേ? കത്തിക്കാനില്ല. ഞങ്ങൾ ആല് മുഹമ്മദാണ്. നബി തങ്ങളുടെ കുടുംബക്കാരാണ്, നബി തങ്ങളുടെ പത്നിമാരാണ്, നബി തങ്ങളുടെ പൊന്നുമക്കളാ. പക്ഷേ തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ കേവലം ഒരു തമ്റും വെള്ളവും കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടി. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യബീതുൽ ലയാലിയൽ മുതതാബിഅ طاويا هو واهله لا يجدون عشاء لا يجدون عشاء. ഇന്ന് ഈ അബൂബക്കർ വയർ നിറച്ച് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഈ അടുത്ത വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഈ നബിതങ്ങളുടെ പട്ടിണിയെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നതെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങള് ദിവസങ്ങളോളം വയറ്റിൽ ഒന്നും കഴിക്കാനില്ലാതെ വേദന കൊണ്ട് വയർ ചുരുട്ടി വെച്ച് കിടന്നു ഉറങ്ങിയത്രേ. അല്ലാഹു അക്ബർ. നമുക്കൊക്കെ പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയാണ് ഹബീബേ, എന്ത് യോഗ്യത എനിക്ക് പ്രസംഗിക്കാൻ. മുളക്കാലിൽ ഇഷ്ടമുള്ള ഭക്ഷണം നല്ല റാഹത്തായിട്ട് തിന്ന് കൊഴുത്ത് വന്നിരുന്ന് പ്രസംഗിക്കുകയാണ് നബിയുടെ പട്ടിണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യബീതുൽ ലയാലിയൽ മുതതാബിഅ. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, മൂന്ന് ദിവസമല്ല. യബീതുൽ ലയാലിയൽ മുതതാബിഅ, തുടർച്ചയായ രാത്രിയിൽ. താവിയൻ ഹുവ വഅഹ്ലുഹു, നബിയും അവിടുത്തെ കുടുംബവും വയറ് ചുരുട്ടി വെച്ച് ഉറങ്ങുമായിരുന്നു. ലാ യജിദൂന അശാ, രാത്രി കഴിക്കാൻ ഭക്ഷണമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ എന്തവകാശം അവരെ കുറിച്ച് പറയാൻ? എന്തവകാശം? അല്ലാഹ് പടച്ചവനാകട്ടെ. ഒരു ദിവസം പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു കഷണം റൊട്ടിയുമായി കടന്നു വരുന്നു. പട്ടിണി, മോള് പട്ടിണിയിലാണ്, നബിയും പട്ടിണിയിലാണ്, മോളും പട്ടിണിയിലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോൾക്ക് കുറച്ച്
ഇവിടുന്ന് ഒരിത്തിരി റൊട്ടി കിട്ടി. ആ റൊട്ടി കഷ്ണവുമായി മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. കയ്യിലെന്തോ ഇരിക്കുന്നത് കണ്ടിട്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു, ഉപ്പ ചോദിച്ചു, മോളെ എന്താണ് നിന്റെ കയ്യിലുള്ളത് പൊന്നുമോളെ ഫാത്തിമ? റസൂലുള്ളാഹിയുടെ പൊന്നുമോള് മുത്തുമോള് കരളിന്റെ കാതൽ പറഞ്ഞു, ഖർസു ഖുബ്സതി, ഒരു റൊട്ടി കഷണമാണ് ഹബീബേ. എനിക്ക് തിന്നാൻ കിട്ടിയതാണ്. ഞാനത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ഉപ്പ ഭക്ഷണം കഴിച്ച് കാണൂലല്ലോ, എൻ്റെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ അപ്പോൾ പറഞ്ഞു. വലം തത്തിബു നഫ്സി, എനിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല ഉപ്പ, ഇത് ഉപ്പാക്ക് കൊണ്ടുവന്ന് തരാതെ എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഞാനും പട്ടിണിയാണ്, പക്ഷേ ഇത് റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന് കൊടുക്കാതെ എൻ്റെ മനസ്സങ്ങോട്ട് നിറയുന്നില്ല ഉപ്പ. ഓ, ഒരു സ്നേഹമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ മോള് തിന്നുമോളെ, മക്കള് തിന്നെ, വാപ്പ പിന്നെ തിന്നോളെ, മക്കള് തിന്നെന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ഫാത്തിമ തിന്നാൻ മനസ്സ് വരുന്നില്ല. നബി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ഉപ്പ തിന്ന്, എനിക്ക് ഇച്ചിരി കിട്ടിയപ്പോൾ ഞാൻ ഉപ്പാക്ക് ഇത്തിരി കൊണ്ടുവന്ന ഉപ്പ തിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങി വായിൽ വെച്ചിട്ട് പറഞ്ഞു, നഅം മോളെ ഫാത്തിമ, ഈ റൊട്ടി കഷ്ണമുണ്ടല്ലോ, അവലു ദഖഫമ അബീകി മുൻദു സലാസതി അയ്യാം, മോളെ 3 ദിവസമായി ഈ ഉപ്പാന്റെ വായിലേക്ക് വെക്കപ്പെടുന്ന ആദ്യത്തെ ഭക്ഷണം ഈ റൊട്ടി കഷ്ണമാണ് പൊന്നുമോളെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും പറയാനൊന്നും ആഫിയത്ത് വരുന്നില്ല ഹബീബേ. നമ്മളെങ്ങനെ ഇത് പറയും ചിന്തിച്ചു നോക്ക്. നമ്മളെത്ര തീറ്റിയാ തിന്നുന്ന അല്ലാഹ്. 3 ദിവസമായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. 3ാമത്തെ ദിവസത്തില് പാപ്പാന്റെ വായിൽ വെക്കപ്പെടുന്ന റൊട്ടിയുടെ കഷ്ണാണിത് മോളെ ഫാത്തിമ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കിടന്ന് പട്ടിണി കിടന്നിട്ടാണ് ഇത് നമുക്കിവിടെ ഉണ്ടാക്കി തന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് നിറച്ച് കഴിച്ചില്ല, പക്ഷേ ആ വിശപ്പിന് വേണ്ടിയിട്ട് കഴിച്ചു. വിശപ്പിന് വേണ്ടി കഴിച്ച് വയറ് അല്പം ഒന്ന് നിറഞ്ഞു പോയപ്പോ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ മറുപടി പറയണം കേട്ടോ, ഇതിന്റെ പേരിൽ മറുപടി പറയണം കേട്ടോ. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ നിഅമത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ മറുപടി പറയണം. അപ്പോൾ സഹാബത്തൊക്കെ ചോദിച്ചു, നമ്മൾ പട്ടിണി കിടന്നിട്ട് ഇത്തിരി വയറ് നിറച്ചല്ലേ നബിയെ? നമ്മൾ പട്ടിണി കിടക്കാറുന്നല്ലോ, അപ്പോൾ ഇത്തിരി വയറ് നിറച്ചപ്പോൾ റൊട്ടി കിട്ടിയപ്പോൾ നമ്മൾ ഇത്തിരി തിന്നു പോയതല്ലേ? ഇതിനും ചോദ്യമുണ്ടോ? അതെ, ഇതിനും ചോദ്യമുണ്ട്. ഈ വയറ് നിറച്ചതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. നമ്മൾ എത്ര മറുപടി പറയണം? എത്ര അൽഫഹമിന് മറുപടി പറയണം, എത്ര ഷവർമായ്ക്ക് മറുപടി പറയണം, എത്ര ഷവ്വായ്ക്ക് മറുപടി പറയണം, എത്ര കുഴിമന്തിക്ക് മറുപടി പറയണ്ടേ? എല്ലാം പറയണ്ടേ? അബൂബക്കറേ, ഇതെല്ലാം പറയാതെ എവിടെ പോകാൻ? മരിക്കുന്നതിന് മുമ്പ് കുത്തിയിരുന്ന് 1 മണിക്കൂർ തൗബാച്ചി അവസരം തരണേ റബ്ബേ. അല്ലാതെ അങ്ങാനും മരിച്ചുപോയ ഹിസാബൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, താങ്ങൂല. ഹിസാബൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂല ഹബീബേ, താങ്ങൂല. എങ്ങനെ മറുപടി പറയും? നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ മണിക്കൂറുകളോളം വാട്സപ്പിൽ കളിക്കുന്നതിനൊക്കെ ഹിസാബ് പറയണ്ടേ? എങ്ങനെ പറയും? നിങ്ങൾ പറയും. മണിക്കൂറുകളോളം ആവശ്യമില്ലാതിരുന്ന് സംസാരിക്കുന്ന ഹിസാബ് പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, മഹ്ശറയെ കുറിച്ചും ആഖിറത്തെ കുറിച്ചും വിശ്വാസമില്ല. നമുക്ക് വിശ്വാസമില്ല. ഹിസാബ് പറയണ്ടേ? ഇതിനൊക്കെ പണം ഇട്ട് വാരി കളിക്കുക, ഹിസാബ് പറയണ്ടേ?
എന്തെങ്കിലും വിചാരിച്ചത് മരിച്ചു പോയാൽ അങ്ങ് മണ്ണായിട്ട് അങ്ങ് പോകുന്നോ? അങ്ങ് ലയിച്ചു പോയി അവിടെ അങ്ങ് പിന്നെ ഒന്നുമില്ല, ജലപ്രളയം വന്ന എല്ലാം ഒഴുകി പൊടിഞ്ഞു പോയി. എവിടെ ഞാൻ എൻ്റെ ഉപ്പുപ്പാടെ ഖബറിൽ എൻ്റെ ഉമ്മയെ കൊണ്ട് അടക്കിയപ്പം അവിടെ അങ്ങ് ആ ഉപ്പുപ്പായും ഇല്ല ഉമ്മുമ്മായും ഇല്ല, അവിടെ അങ്ങ് ആരുമില്ല, എല്ലാം പൊടിഞ്ഞു അവിടെ അങ്ങ് ആരുമില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. നിന്റെ ബോഡിയൊന്നും അല്ലാഹ്ക്ക് വേണ്ട. അതാ ഖുർആൻ പറഞ്ഞ വാക്ക്. അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ. തെറിച്ചു വീഴുന്ന ഒരു തുള്ളി ഇന്ദിരത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചില്ലേ, ആണും പെണ്ണുമാക്കി ഞാൻ മാറ്റിയില്ലേ. അലൈസ ദാലിക ബിഖാദിർ അലാ അയ്യുഹിയൽ മൗതാ. നീ മരിച്ച് ജീർണിച്ച് ഭസ്മമായി ധൂളികളായി പോകട്ടെ, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ ആ പടച്ച തമ്പുരാൻ.